വോട്ടർ പട്ടിക ക്രമക്കേട് വിവാദങ്ങൾക്കിടെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി തൃശൂരിലേക്ക്. ഇന്നലെ രാത്രി തിരുവനന്തപുരത്തെത്തിയ കേന്ദ്രമന്ത്രി തൃശൂരിലേക്ക് തിരിച്ചു. സുരേഷ് ഗോപിയുടെ തൃശൂരിലെ ഓഫീസിന് മുന്നിലെ ബോർഡിൽ CPIM പ്രവർത്തകർ കരിയോയിൽ ഒഴിച്ചതിനെ തുടർന്നുണ്ടായ CPIM BJP സംഘർഷങ്ങൾക്കിടെയാണ് സുരേഷ് ഗോപി തൃശൂരിലെത്തുന്നത്. MP ഓഫീസിൽ കരിയോയിൽ ഒഴിച്ചതിൽ പ്രതിഷേധിച്ച് BJP നടത്തുന്ന പ്രതിഷേധ മാർച്ചിൽ സുരേഷ് ഗോപി പങ്കെടുക്കും. വിവാദങ്ങളിൽ സുരേഷ് ഗോപി MP ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. കേന്ദ്രമന്ത്രി ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. സുരജ് സജി ചേരുന്നുണ്ട് തൃശൂരിൽ നിന്ന്. മനീഷ് മഹിപാൽ തിരുവനന്തപുരത്ത് നിന്നും ചേരുന്നുണ്ട്. ആദ്യം സൂരജ് സജിയിലേക്കാണ്. സൂരജ്, ഇന്നലെ രാത്രിയോടെ നമ്മൾ കണ്ടത് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളാണ്. അത് BJP പ്രവർത്തകർക്ക് ചെറിയ രീതിയിലുള്ള പരുക്ക്, ചെറിയ രീതിയിലെന്ന് പറയാൻ കഴിയില്ല. പോലീസുമായുള്ള സംഘർഷത്തിൽ സംസ്ഥാന ജില്ലാ നേതൃത്വത്തിൽ നേതാക്കളിന് തന്നെ ഒരു ലാത്തിചാർജ് ഏൽക്കുന്ന ഒരു അവസ്ഥയൊക്കെ നമ്മൾ കണ്ടതാണ്. ഇന്നിപ്പോൾ കേന്ദ്രമന്ത്രി അങ്ങോട്ടേക്ക് തിരിച്ചിട്ടുണ്ട്. തിരുവനന്തപുരത്തും അദ്ദേഹം ഈ വിഷയത്തിൽ മാധ്യമപ്രവർത്തകരോട് ഒന്നും പ്രതികരിച്ചില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ഇന്നിപ്പോൾ പ്രതിഷേധം കടുപ്പിക്കുകയാണോ? ഏത് രീതിയിലാകും ഇന്നത്തെ പ്രതിഷേധം BJPയുടെ? സ്മിത, ഇന്നലെ രാത്രി വൈകി CPM BJP പ്രവർത്തകർ ഏറ്റുമുട്ടുന്ന ഒരു സാഹചര്യമാണ് തൃശ്ശൂരിലുണ്ടായത്. അത് വൈകുന്നേരത്തോടു കൂടി CPM കേന്ദ്രമന്ത്രിയുടെ ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിലുണ്ടായ സംഭവങ്ങളെ തുടർന്നായിരുന്നു. മാർച്ചിനിടെ ഒരു പ്രവർത്തകൻ സുരേഷ് ഗോപിയുടെ ഓഫീസിലേക്ക് പോകുന്ന ദിശാ ബോർഡിൽ കരിയോയിൽ ഒഴിക്കുകയും ചെരുപ്പുമാല അണിയിക്കാൻ ശ്രമിക്കുകയുമായിരുന്നു. ഈ പ്രവർത്തകനെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് പിന്നീട് വിട്ടയക്കുകയും ചെയ്തു. ഇതിന് പിന്നാലെയാണ് BJP പ്രവർത്തകർ വലിയ രീതിയിലുള്ള പ്രതിഷേധവുമായി CPM ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് എത്തിയത്. അവർ ചൂണ്ടിക്കാട്ടിയത് ഇത് കേന്ദ്രമന്ത്രിയുടെ ഓഫീസിന് നേരെയുള്ള ആക്രമണമാണ് എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു CPM ഓഫീസിലേക്ക് മാർച്ചായി എത്തിയത്. ഇതിന്റെ ഉദ്ഘാടനം കഴിഞ്ഞ് അഭിവാദ്യം ചെയ്ത് സംസാരിക്കുന്നതിനിടയിൽ CPM പ്രവർത്തകർ സംഘടിച്ച ഓഫീസിൽ നിന്ന് പുറത്തെത്തുകയും മുദ്രാവാക്യം വിളിക്കുകയും ഇരു കൂട്ടരും ചേരി തിരിഞ്ഞ് ഏറ്റുമുട്ടുകയും ചെയ്യുകയായിരുന്നു. പിന്നീട് പോലീസ് ഏറെ പണിപ്പെട്ടാണ് ഇരു കൂട്ടരെയും പിന്തിരിപ്പിച്ചത്. ഇതിൽ 3 BJP പ്രവർത്തകർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഇവർ അശ്വിനി ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഒരു CPM പ്രവർത്തകനും പരിക്കേറ്റിട്ടുണ്ട്. ഈ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിലും അതോടൊപ്പം തന്നെ ഓഫീസിന് ബോർഡിന് കരിയോയിൽ ഒഴിച്ച പശ്ചാത്തലത്തിലുമൊക്കെയാണ് സുരേഷ് ഗോപി ഇന്ന് തൃശ്ശൂരിലെത്തുന്നത്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി വിവാദ വിഷയങ്ങൾ നിരവധി ഉണ്ടായിരുന്നെങ്കിലും സുരേഷ് ഗോപി മൗനം തുടരുകയായിരുന്നു. അതിനിടയിൽ ഇന്ന് കേന്ദ്രമന്ത്രി എത്തുന്ന വലിയ രാഷ്ട്രീയ ആയുധമാക്കി മാറ്റാനുള്ള ശ്രമത്തിലാണ് BJP സംബന്ധിച്ച് ഈ വോട്ടർ പട്ടിക ക്രമക്കേട് ആരോപണത്തിൽ വലിയ രീതിയിലുള്ള പ്രതിരോധമാണ്. അതിനിടയിൽ വീണ് കിട്ടിയ ആയുധമാക്കി ഈ കരിയോയിൽ പ്രയോഗത്തെ മാറ്റാനുള്ള ഒരു നീക്കമാണ് BJP നടത്തുന്നത്. ഇന്ന് കേന്ദ്രമന്ത്രിക്ക് റെയിൽവേ സ്റ്റേഷനിലടക്കം BJP പ്രവർത്തകർ സ്വീകരണം നൽകും. അതിനുശേഷം നേരെ അശ്വിനി ആശുപത്രിയിലെത്തി പ്രവർത്തകരെ കാണും കേന്ദ്രമന്ത്രി. പിന്നീട് ഓഫീസിൽ സന്ദർശനം നടത്തിയ ശേഷം സുരേഷ് ഗോപി സിറ്റി പോലീസ് കമ്മീഷണറുടെ ഓഫീസിലേക്ക് നടക്കുന്ന മാർച്ചിലും പങ്കെടുക്കും. സംസ്ഥാന വ്യാപകമായി ഇന്ന് പ്രതിഷേധങ്ങൾക്ക് BJP ആഹ്വാനം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. സ്മിത, ശരി. സുരേഷ് സജിയാണ് തൃശ്ശൂരിൽ നിന്ന് വിവരങ്ങളുമായി ചേർന്നത്. മനീഷ് മഹിപാൽ കൂടി ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. മനീഷ്, കേന്ദ്രമന്ത്രിയുടെ മൗനം അത് വലിയ പ്രതിഷേധത്തിന് ഇടയാക്കിയിട്ടുണ്ട്, വിമർശനത്തിന് ഇടയാക്കിയിട്ടുണ്ട്. പക്ഷേ ഇന്നലെ അദ്ദേഹത്തിന്റെ തൃശ്ശൂരിലെ ഓഫീസിന് മുന്നിലുണ്ടായ ഓഫീസിലേക്ക് കരിയോയിൽ ഒഴിച്ച വിഷയം, അതിനുശേഷം വലിയ പ്രതിഷേധമുണ്ടായി. ആ വിഷയത്തിലും അദ്ദേഹത്തിന്റെ ഒരു പ്രതികരണം പ്രതീക്ഷിച്ചിരുന്നു. എന്നാൽ അദ്ദേഹം പ്രതികരിക്കാൻ കൂട്ടാക്കിയിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. സ്മിത, വിവാദ വിഷയങ്ങളിലെല്ലാം സുരേഷ് ഗോപി നിലവിൽ മൗനം തുടരുകയാണ്. ഇന്ന് പുലർച്ചെ 2 മണിയോടുകൂടിയാണ് എയർ ഇന്ത്യ വിമാനത്തിൽ സുരേഷ് ഗോപി ആഭ്യന്തര വിമാനത്താവളത്തിൽ എത്തിയത്. അവിടെ ആഭ്യന്തര വിമാനത്താവളത്തിൽ കാത്തുനിന്ന മാധ്യമ പ്രവർത്തകരോട് അദ്ദേഹം പക്ഷേ ചോദ്യങ്ങൾ ചോദിച്ചെങ്കിൽ അദ്ദേഹം അത് കൂട്ടാക്കാതെ, അത് കാണാതെ മൗനം തുടർന്ന് നടന്നു നീങ്ങുകയായിരുന്നു. പിന്നീട് ശാസ്താമംഗലത്തെ വീട്ടിലേക്ക് പോയ അദ്ദേഹം പിന്നീട് പുലർച്ചെ 5:15 വന്ദേ ഭാരതിൽ പോകാൻ വേണ്ടി റെയിൽവേ സ്റ്റേഷനിൽ എത്തിയത്. അപ്പോഴും പ്രധാന കവാടത്തിന് മുൻപിൽ മാധ്യമപ്രവർത്തകർ അദ്ദേഹത്തെ കാത്തു നിൽപ്പുണ്ടായിരുന്നു. പക്ഷേ പ്രധാന കവാടം ഒഴിവാക്കി അദ്ദേഹം മറ്റൊരു വഴിയിലൂടെ വന്ദേ ഭാരത് ട്രെയിനിൽ കയറി യാത്ര തുടരുകയായിരുന്നു. 9:30 തന്നെ അദ്ദേഹം തൃശ്ശൂരിലെത്തും, വന്ദേ ഭാരതിൽ തൃശ്ശൂരിലെത്തുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഒപ്പം തന്നെ അദ്ദേഹം ഇന്നലെ കഴിഞ്ഞ ദിവസം ഡൽഹിയിലും അദ്ദേഹം പ്രതികരിച്ചിട്ടില്ല, കേരളത്തിലെ തലസ്ഥാനത്തും അദ്ദേഹം പ്രതികരിച്ചിട്ടില്ല. ഇനി തൃശ്ശൂരിൽ അദ്ദേഹം പ്രതികരിക്കുമോ എന്നതാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങൾ നോക്കുന്നത്. തൃശ്ശൂരിൽ അദ്ദേഹത്തിന്റെ പ്രതികരണം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അദ്ദേഹം 9:30 എത്തിക്കഴിഞ്ഞാൽ അവിടെ നിന്നും പിന്നീട് സിറ്റി പോലീസ് കമ്മീഷണറുടെ ഓഫീസിലേക്ക് നടക്കുന്ന മാർച്ചിലടക്കം സുരേഷ് ഗോപി പങ്കെടുക്കുമെന്നുള്ള വിവരമുണ്ട്. ഇത് സംബന്ധിച്ച ഈ വോട്ടർ പട്ടിക ക്രമക്കേടിലടക്കം ഒപ്പം തന്നെ കന്യാസ്ത്രീ വിഷയത്തിലടക്കം സുരേഷ് ഗോപിക്കെതിരെ വലിയ രീതിയിലുള്ള സമര പരിപാടികളിൽ പ്രതിഷേധം സംഘടിപ്പിക്കാനാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം. നിലവിൽ TN പ്രതാപൻ അതായത് സുരേഷ് ഗോപി കൊടുത്ത സത്യവാങ്മൂലം വ്യാജമാണെന്ന പരാതിയിൽ
അദ്ദേഹത്തിന് എതിരെ കേസെടുക്കണമോ എന്ന കാര്യത്തിലൊക്കെ തന്നെ ഉള്ള മൊഴിയെടുക്കാനും ഒപ്പം തന്നെ അത് അന്വേഷിക്കാനും ചുമതല ഏൽപ്പിച്ചിട്ടുണ്ട്. അത് സംബന്ധിച്ച് ഇത് മൊഴിയെടുക്കുന്നതിനെ സംബന്ധിച്ചുള്ള സത്യവാങ്മൂലം സംബന്ധിച്ച നിയമ ഉപദേശം പോലീസ് തേടുന്നുണ്ട്. ഇത് സംബന്ധിച്ച് സുരേഷ് ഗോപിക്കെതിരെ സുരേഷ് ഗോപിക്ക് ശാസ്താമംഗലത്തെ വീട്ടിൽ അവിടെ സ്ഥിരതാമസക്കാരായ വീട്ടുകാരുള്ളപ്പോൾ എങ്ങനെ തൃശ്ശൂരിലേക്ക് സത്യവാങ്മൂലം നൽകി വോട്ട് അങ്ങോട്ടേക്ക് മാറ്റി എന്ന ചോദ്യമാണ് ഉയരുന്നത്. ഒപ്പം തന്നെ സുരേഷ് ഗോപിയുടെ അനുജന് കൂടി ഇരട്ട വോട്ടുണ്ട് എന്നുള്ള തരത്തിലുള്ള കണ്ടെത്തൽ നിലവിൽ പുറത്തു വന്നിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ ഒരു കൃത്യമായ നിയമോപദേശം ലഭിച്ച ശേഷം മാത്രമായിരിക്കും സുരേഷ് ഗോപിക്കെതിരെ കേസോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള നിയമ നടപടികളോ മൊഴിയെടുക്കലടക്കമുള്ള പ്രാഥമിക നടപടികളിലേക്ക് നീങ്ങുക. എന്താണെങ്കിലും ഈ വിഷയത്തിൽ സുരേഷ് ഗോപി തലസ്ഥാനത്തെത്തിയിട്ടും മൗനം തുടരുകയാണ്. അദ്ദേഹം ശാസ്താമംഗലത്തെ വീട്ടിലെത്തി രാവിലെ തന്നെ അദ്ദേഹം വീണ്ടും തൃശ്ശൂരിലേക്ക് മടങ്ങിയിട്ടുണ്ട്. തൃശ്ശൂരിൽ അദ്ദേഹത്തിന്റെ പ്രതികരണം ഉണ്ടാകും എന്നാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങൾ സൂചിപ്പിക്കുന്നത്. മനീഷ് മഹിപാലാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. തിരുവനന്തപുരത്ത് നിന്ന് തൃശ്ശൂരിൽ സൂരജ് സജി തുടരുന്നുണ്ട്. സൂരജ്, ഈ വോട്ടർ പട്ടിക ക്രമക്കേട് ചൂണ്ടിക്കാട്ടി ഇന്നലെയൊക്കെ വലിയ രീതിയിലൊരു ആയുധമാക്കുകയാണ് മറ്റുള്ള പാർട്ടിക്കാരെല്ലാവരും തന്നെ. ഇദ്ദേഹത്തിന് തൃശ്ശൂരിൽ എങ്ങനെ വോട്ടർ പട്ടികയിൽ ഇടം പിടിക്കാൻ കഴിഞ്ഞു? അത് കേന്ദ്രമന്ത്രിക്ക് മാത്രമല്ല, അദ്ദേഹത്തിന്റെ കുടുംബത്തിനുണ്ട്. ഒപ്പം അനുജന്റെ ഇരട്ട വോട്ടിനെ കുറിച്ചും ഒക്കെ തന്നെ വലിയ വിവാദമാക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ ഇന്നിപ്പോൾ അതിലൊരു പ്രതികരണം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് കേന്ദ്രമന്ത്രിയുടെ ഭാഗത്തു നിന്ന്. സൂരജ്, കേൾക്കാമോ? കേന്ദ്രമന്ത്രി തൃശ്ശൂരിലേക്ക് യാത്ര തിരിച്ചു. അവിടെ മനീഷ് മഹിപാൽ പറഞ്ഞത് തിരുവനന്തപുരത്ത് അദ്ദേഹം മാധ്യമങ്ങളോട് ഒരു വിഷയത്തെക്കുറിച്ചും തന്നെ പ്രതികരിച്ചില്ല എന്നാണ്. ഇന്ന് അദ്ദേഹത്തിന്റെ പ്രതികരണം വളരെ പ്രധാനമാണ്. ഇന്ന് പ്രതിഷേധങ്ങളിലെല്ലാം തന്നെ അദ്ദേഹം പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ ആ രീതിയിൽ ഈ വോട്ടർ പട്ടിക ക്രമക്കേടിൽ ഉൾപ്പെടെയുള്ള ഒരു പ്രതികരണം നമ്മൾ ഇന്ന് പ്രതീക്ഷിക്കുന്നുണ്ടല്ലേ? തീർച്ചയായും സ്മിത, അതായത് ഇന്ന് ഇദ്ദേഹത്തിന്റെ ഒരു പ്രതികരണം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. സ്വാഭാവികമായും സിറ്റി പോലീസ് കമ്മീഷണർ ഓഫീസിലേക്ക് നടക്കുന്ന മാർച്ച് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സുരേഷ് ഗോപി സംസാരിക്കും എന്നുള്ളത് തന്നെയാണ് BJP നേതൃത്വം അറിയിച്ചിട്ടുള്ളത്. അങ്ങനെയെങ്കിൽ ഈ വിവാദ വിഷയങ്ങൾ അദ്ദേഹം ഈ ഉദ്ഘാടന വേളയിലെങ്കിലും പ്രതികരിക്കുമെന്നുള്ളതാണ് നമ്മൾ കണക്ക് കൂട്ടുന്നത്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി വിവാദ വിഷയങ്ങളും അതോടൊപ്പം തന്നെ ഈ കന്യാസ്ത്രീകൾക്കും ഈ ക്രൈസ്തവർക്കുമെതിരായി ഉണ്ടാകുന്ന അതിക്രമങ്ങൾ, ഇതിലൊന്നും തന്നെ സുരേഷ് ഗോപി ഒരു തരത്തിലുള്ള പ്രതികരണം നടത്തിയില്ല എന്ന വിമർശനങ്ങൾ ശക്തമായിരുന്നു. ഇന്നലെ CPM-ന്റെ മാർച്ചടക്കം നടത്തിയത് ഈ വൈദികർക്കും അതോടൊപ്പം തന്നെ കന്യാസ്ത്രീകൾക്കുമെതിരായ അതിക്രമത്തിൽ സുരേഷ് ഗോപി മൗനം തുടരുന്നു. അതോടൊപ്പം തന്നെ തൃശ്ശൂരിലെ ജനവിധി അട്ടിമറിച്ചു എന്നിവ ചൂണ്ടിക്കാട്ടിയായിരുന്നു. അതിനിടയിലാണ് സുരേഷ് ഗോപിയുടെ ഓഫീസിലേക്കുള്ള ദിശാബോർഡിലേക്ക് കരിയോയിൽ ഒഴിച്ച് ഈ പ്രതിഷേധമടക്കം CPM പ്രവർത്തകരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. അതാണ് BJP സംബന്ധിച്ച് ഒരു രാഷ്ട്രീയ ആയുധമായി വീണുകിട്ടിയ ആയുധമാക്കി BJP മാറ്റുന്നത്. അങ്ങനെയാണ് സംസ്ഥാന വ്യാപക പ്രതിഷേധത്തിനടക്കം BJP ആഹ്വാനം ചെയ്തിരിക്കുന്നത്. അവരെ സംബന്ധിച്ച് കേന്ദ്രമന്ത്രിയുടെ ഓഫീസിന് നേരെയുള്ള അക്രമമായി അവർ കാണുന്നു. അതൊരു വൈകാരിക വിഷയമായി BJP അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നു. CPIM-ന്റെ ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് തന്നെയുള്ള മാർച്ച് തൊട്ടു പിന്നാലെ CPM പ്രവർത്തകർ സംഘടിച്ചെത്തി അത് തടയാൻ ശ്രമിക്കുകയും പിന്നീട് കയ്യാങ്കളിയിലേക്കടക്കം നീങ്ങുകയും ചെയ്ത ഒരു സാഹചര്യം. 3 BJP പ്രവർത്തകർക്ക് പരിക്കേറ്റു. ഇതെല്ലാം തന്നെ BJP സംബന്ധിച്ച് നിലവിൽ ഉയർന്നു വന്ന വിവാദ വിഷയങ്ങളെ മറികടക്കാൻ ലഭിച്ച ഒരു ആയുധമാക്കി അവർ മാറ്റുന്നു. അതിന്റെ ഭാഗമായിക്കൊണ്ട് തന്നെയാണ് ഇന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയെ തന്നെ ഇറക്കിക്കൊണ്ടുള്ള ഒരു പ്രതിഷേധത്തിലേക്ക് നീങ്ങുന്നത്. വലിയ രീതിയിലുള്ള പോലീസ് വിന്യാസം അടക്കം തൃശൂർ നഗരത്തിലുണ്ട്. ഇന്നലെ രാത്രിയൊക്കെ BJP-യുടെയും CPIM-ന്റെ ഓഫീസിന് പോലീസ് പൂർണ്ണമായ കാവൽ ഏർപ്പെടുത്തിയിരുന്നു. ഇന്നും സുരക്ഷ തുടരും എന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത്. ഇതിനിടയിൽ ഇന്നലെ ഈ കരിയോയിൽ ഒഴിച്ച പ്രവർത്തകനെ ആദ്യഘട്ടത്തിൽ പോലീസ് വിട്ടയച്ചതാണ്. ആ പ്രവർത്തകനെ വീണ്ടും ഇന്നലെ രാത്രിയോടുകൂടി കസ്റ്റഡിയിൽ എടുത്തു. പ്രത്യേകിച്ച് ഈ കരിയോയിൽ ഒഴിച്ചതിനെ ചൊല്ലിയുള്ള രാഷ്ട്രീയ പോർവിളിയും കയ്യാങ്കളിയിലും ഒക്കെ കാര്യങ്ങൾ എത്തിയതോടുകൂടിയാണ് ഈ പ്രവർത്തകനെ രാത്രിയോടുകൂടി വീണ്ടും പോലീസ് കസ്റ്റഡിയിലെടുത്ത് അറസ്റ്റ് രേഖപ്പെടുത്തിയുള്ള നടപടികളിലേക്ക് കടന്നിരിക്കുന്നത്. അങ്ങനെ പോലീസിനെ സംബന്ധിച്ച് ഇന്നും വലിയ പ്രതിഷേധങ്ങൾക്ക് സാധ്യതയുണ്ട്. സ്വാഭാവികമായും BJP പ്രവർത്തകർ അവരുടെ വികാരങ്ങൾ പ്രകടിപ്പിക്കുന്നതിനുള്ള സാധ്യതയുണ്ട്. ഇതെല്ലാം മുൻനിർത്തിക്കൊണ്ടുള്ള ഒരു വലിയ പോലീസ് വിന്യാസം അടക്കം തൃശൂർ നഗരത്തിലുമുണ്ട് സ്മിത. സൂരജ് സജിയാണ് തൃശൂരിൽ നിന്നുള്ള വിവരങ്ങൾ നമുക്ക് നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.